അപ്പം നമസ്കാരം. കുറേ കാലത്തിന് ശേഷം ഇന്ന് നമ്മൾ വലിയൊരു പർച്ചേസിന് പോവുക. ഇറങ്ങിയിട്ടുണ്ട്, നോക്കാം. രണ്ടരക്ക് ക്ലാസ്സും കഴിഞ്ഞ് എങ്ങനെയോ ഓടിപ്പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തിയപ്പം ബസ്സില്ല. അപ്പം ഉള്ള പൈസക്ക് ഓട്ടോയും പിടിച്ച് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ കാണൂ, ആ കോട്ടിക്കുളം ഞാൻ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഫുൾ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന ഉടനെ അതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പം പോകുന്നത് ഒരു സാധനം മേടിക്കാനാണ്. വളരെ വേണ്ടപ്പെട്ട, കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനം. അപ്പം കാണാം. എത്തിയിട്ടുണ്ട്, കട എത്തിയിട്ടുണ്ട്. പർച്ചേസിന് വന്ന ആളും നമ്മുടെ കൂടെ ഉണ്ട്. ഏതാ ഇവിടെ എന്തിനാണ് വന്നേ? പറയൂല. സാധനം വരുന്ന ഇങ്ങോട്ടൊക്കെ അതെന്റെ കോണ്ടാക്ട് ചെയ്തോന്നു ഞാൻ. ഓണറി വേണ്ട. ഗൗരി പിടിക്കൂലേ? ഇതുവരെ ഒന്നുമില്ല. ഈ മൈക്കൊന്നും ഓണാക്കുന്നവരടി നിൽക്കുന്ന നോക്കി സാധനം. പാവട എൻ്റെ മൈക്ക് നിൽക്കുന്ന നോക്ക്. നെറ്റ് സ്ലോ ആണല്ലേ. ഇനി ബ്രാൻഡഡ് സാധനങ്ങൾ ഓൺലി. തൊടാൻ പേടിയാണ്, പുല്ല്. ഓ, ഫസ്റ്റ് ടൈം ഇൻ ഹാൻഡ്സ്. ഇങ്ങോട്ടേക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ഇതിൽ തന്നെ. നോക്ക്. എനിക്ക് അറിഞ്ഞോട്രാ. അത് ചിലപ്പോൾ അതായിരിക്കും ബാറ്ററി ആയിരുന്നു, എനിക്കറിയില്ലേ. ഇതിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ ഞാനൊക്കെ. ഓഫായിട്ടോ, ഫോൺ ഓഫായിട്ടോ. മൈക്ക് പക്ക സാധനം കേട്ടോ. പുറത്തു പോയി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി കേട്ടോ. ഇതിലെടുത്തും ബ്രാൻഡിങ്. ഇത്ര ചെറിയ സാധനത്തിന് കുറച്ച് വലിയ കവറായി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല. അപ്പം താങ്ക് യു ലംബോസ്. അപ്പം ബൈ. സ്വപ്നങ്ങൾ എല്ലാം ഒരുമിച്ച് കാണുമ്പം സോണിയ ആൽഫ. ഓ, ലെൻസ് നോക്കടാ. അപ്പം വാ, ബാഗ് ഉണ്ടല്ലേ. അങ്ങനെ ടർബോന്റെ ചെറിയൊരു ഷോപ്പിംഗ് അല്ലേ ടർബോ? ചെറിയൊരു ഷോപ്പിംഗ്. എന്താ പറയാനുള്ള അതിനെ കുറിച്ച്? ആ ഷോപ്പിങ്ങിനെ കുറിച്ചാണ്. അത് വളരെ നല്ലൊരു ഷോപ്പിംഗ് ആയിരുന്നു. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അതെല്ലാം ഞാൻ ഇതിൽ ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി ബാക്കി അത് വെച്ചുള്ള കളികൾ. ഇനി ചെറിയ കളികളൊന്നുമില്ല. ബ്രാൻഡഡ് സാധനം, ഫീച്ചേർഡ് കണ്ടന്റ്സ്, ഗുഡ് കണ്ടന്റ്സ്. പിന്നെ എടുക്കാനുള്ള മെയിൻ റീസൺ ഫണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
മീൻസ് ഒരു പാഷനും പ്രൊഫഷന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അതെ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇവരും. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ പറ്റുന്ന പോലെ ഒപ്പിച്ചിട്ട് നമ്മളെ കണ്ടിട്ട് കേട്ടാ അവൻ പറയുന്നുണ്ട് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ പെട്ടെന്ന് പഠിക്കുന്ന സാധനങ്ങളാണ്. അപ്പം പഠിക്കണം. ആ വേഗം പഠിക്കുക. ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചേഴ്സ്. അതെ എന്തായാലും ഞാൻ പഠിച്ച് ഫ്യൂച്ചർ കാണുമെന്ന്. അതൊക്കെ പറ്റൂടാ. മഞ്ചേരി അല്ലടാ, മാനാഞ്ചിറയാടാ. മഞ്ചേരി കാണിക്കുന്ന കാര്യം ഇവരെ കാണിക്കാത്ത നല്ലത് ഇപ്പൊ മനസ്സില്. അപ്പം നമ്മൾ സാധനം ഇറക്കിയിരിക്കുന്നു. അതെ ക്യാമറ പോവാം. അതൊക്കെ പോവാ. പറഞ്ഞോണ്ടിരുന്ന സാധനം കംപ്ലീറ്റ് വേഗം സാധനം ഇറക്കിയിരിക്കുന്നു. ഇനി കണ്ടന്റിന് ക്ഷാമങ്ങളൊന്നുമില്ല. സമയം കിട്ടുന്നതനുസരിച്ച് കണ്ടന്റ് ഇറക്കും. പിന്നെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ വന്ന് വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ്. വിത്ത് എഡിറ്റ് മീൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ്. അതിന് ചെറിയൊരു ഫണ്ട്, ചെറുത് ഫീസ് ആയിട്ട് വേണ്ട, ഗിഫ്റ്റ് ആയിട്ട് ഫണ്ട് വന്നു. ചോദിച്ചു വാങ്ങാൻ പറ്റത്തില്ല. ഇല്ല, ഇതെന്താണെന്നറിയോ, ഇത് മേടിക്കാൻ കുറച്ച് കാശായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു ഫണ്ട് നിങ്ങളെ പറ്റുന്നത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിരുന്ന് നമുക്ക് തരിക. അപ്പം കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒന്നിക്ക ഇവനെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ടർബോഗ്രാഫി അല്ലെങ്കിൽ എൻ്റെ പേജ് ലൈഫ് ഓഫ് സേഫിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആൾക്കാർ നോക്കുക. പിന്നെ റെന്റിന് കൊടുക്കണോ അത് പിന്നെ തീരുമാനിക്കുന്നതാണ്. മീൻസ് എടുക്കാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രം. ഇപ്പോഴും പറയുന്നത് എടുക്കാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഒറ്റ എടുത്ത് നമ്മൾ കൊടുക്കത്തില്ല. ഇതിവിടെ തന്നെ പറഞ്ഞ് തീർക്കുന്നു. അപ്പം ബൈ സൈനിങ് ഓഫ് പറയാനായോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ടിൽ നൗ സൈനിങ് ഓഫ്.